मिना अहम मम औद्योगिकानि कर्तव्यानि यथाशक्ति यथावधि विवेचनाशक्ति अनुसृत्य नमः യമഹ മുഞ്ചസ്യ അത്രസ്യ അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളണ്ടോടത്ത് കൊള്ളൂ എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇപ്പം ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേറൊന്നുമല്ല, ഭരണഘടനയിൽ ഭാഷ അനുവദിച്ചത് സംസാരിക്കുന്നതിനകത്ത് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല. ഈ പ്രഹസനം എന്തിനാണ് സജി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇലക്ഷന് വോട്ട് പിടിക്കാനായിട്ട് വന്നപ്പം എന്തുകൊണ്ട് സംസ്കൃതം വോട്ട് തരിക, എനിക്ക് വോട്ട് കുത്തുക എന്നൊന്നല്ലല്ലോ പറഞ്ഞത്. പച്ച മലയാളത്തിന് കൈകൂപ്പി നിന്ന് തൊഴുത് തല മുമ്പിട്ട് വോട്ടറിൽ നിന്ന് മേടിച്ചതാ. ഇനിയിപ്പോൾ നിങ്ങളുടെ വാർഡിലുള്ളവരെ സംസ്കൃതം ട്യൂഷൻ എടുക്കുവോ അതോ എങ്ങനെയാണോ? പരാതി പറയാൻ വരുമ്പോഴത്തേക്കും എല്ലാവരും വല്ല കഷ്ടപ്പെട്ട് പരാതിയൊക്കെ പറയുമ്പോൾ തിരിച്ചു പറയരുത്. നമഹ മുഞ്ചസ്യ ദേവസ്യ അന്തവഴി പോയിക്കോളുക എന്ന് പറഞ്ഞാലും മനസ്സിലാവത്തില്ല. അപ്പം ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രഹസനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രഹസനങ്ങൾ കൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് ഡൗട്ട് അടിക്കും. എന്ത് ചെയ്യും? ഇവൻ അടുത്ത പ്രാവശ്യം ഇത് വേറെ നല്ല കുറച്ച് നാളല്ലേ ഉള്ളൂ, ഇനി വലിയ വലിയ കുത്ത് നടക്കാന്നല്ലേ, കുത്തിനെ ഉദ്ദേശിച്ച കയ്യിൽ മറ്റേ പെയിൻ്റടിക്കുന്നത്, അത് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇത് ആലോചിച്ചിട്ടല്ലേ, ദൈവമേ ഇവന്മാരിൽ ആകെ ഇപ്പം കിട്ടിയ തിരുവനന്തപുരം എന്ന് പറയുന്ന ചെറിയ ഇട്ടാവട്ടത്തിനകത്തുനിന്ന് കിട്ടിയപ്പോൾ ഇങ്ങനെയാണ് എങ്കിൽ ബാക്കിയുള്ളത് എന്താവും? കാരണം ഗണഗീതം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരു നാടിൻ്റെതായ രീതികളുണ്ട്. ഇത് ഉത്തർപ്രദേശ് അല്ല. ഓടി വന്നിട്ട് കൂട്ടം കൂടി നിന്ന് ഇവിടെ ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസൽമാനും സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ജീവിക്കുന്ന സ്ഥലമാണ്. ഇവിടെ വന്നുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻഡിവിജ്വാലിറ്റി ആയിട്ടുള്ള സിംഗിൾ ഷോ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുത്തിയവൻ പോവും. ഇപ്പം കയറിയതുപോലെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങാനും വലിയ താമസം എടുക്കത്തില്ല. പഴയ ഒരു പഴഞ്ചൊല്ല്, മാളിക മുകൾ കയറിയവൻ്റെ കയറ്റും, അതുപോലെ ഇറങ്ങിപ്പോരാ. അപ്പം അതുകൊണ്ട് ഇമ്മാതിരി പ്രഹസനമൊന്നും വേണ്ട. കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രയാസവും. ഇനിയും വേണ്ടേ? ഞാനിവർക്കെതിരല്ല, ജയിക്കണം, നന്മകൾ ചെയ്യണം, പക്ഷേ പ്രഹസനങ്ങൾ കൊണ്ടാവരുത് എന്ന് പറയാൻ വേണ്ടിയാണ്. പിന്നെ ഇത് കേൾക്കുന്ന ചിലർ പറയും, എടോ താൻ മറ്റേ അള്ളാഹുവിനെ വിളിച്ചത് കേട്ടില്ല. ഞാൻ അള്ളാഹുവിനെ വിളിച്ചതും കേട്ടു, യേശുവിനെ വിളിച്ചതും കേട്ടു. ഈ 3 പേരോടും എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇതുമില്ല. ഇന്നലത്തെ വീഡിയോയുടെ താഴെ ഞാൻ കണ്ട ഏറ്റവും വലിയ കമൻറ്റാണ്, താൻ വളരെ സെലക്റ്റീവാണ്. ഞാൻ എന്തുകൊണ്ട് സെലക്റ്റീവ് ആയത്? ഇവരുടെയൊക്കെ വിചാരം എന്നറിയും, ഈ താടി വളർത്തി എന്നെ കാണുമ്പോൾ ഞാൻ മറ്റേ പൊന്നാനി ട്രിപ്പ് പോയിട്ട് ആണെന്ന് വിചാരിച്ചിരിക്കുക. അല്ല, ഞാൻ ഒന്നാന്തരം ക്രിസ്ത്യാനിയാണ്. പക്ഷേ മറ്റുള്ളവൻ്റെ മതത്തെ ആദരിക്കാനും സ്നേഹിക്കാനും നിൽക്കുന്നവനാ. ആരുടെ മതത്തെ ഞാൻ എതിർത്ത് പറയാറില്ല. എല്ലാവരുടെയും വിശ്വാസത്തെ, അവരുടെ വിശ്വാസം വലുതായിട്ട് തന്നെ കാണുകയും അതനുസരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്, ഇല്ലേ? അപ്പം അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് അമ്മാതിരി ഡയലോഗൊന്നും വേണ്ട. പറയാനുള്ള കാര്യം ആരുടെ ആണെങ്കിലും മുഖത്ത് നോക്കി പറഞ്ഞു തന്നെയാണ് ശീലം. അപ്പോൾ ഇവിടെ പറയാനുള്ള സ്വാഹയും വേണ്ട, അള്ളാഹും വേണ്ട. പോറ്റി പറഞ്ഞാലും മൂല്യാർ പറഞ്ഞാലും പള്ളിയിലിരിക്കണ വികാരിയച്ചൻ പറഞ്ഞാലും ഇത് തന്നെയായിരിക്കും എൻ്റെ മറുപടി. ആ മറുപടികൾ കുറച്ച് എന്നെ അറിയുന്നവർക്കറിയാം, അറിയാതെ പുതിയതായിട്ട് വരുന്ന ചില നഗരങ്ങളോടാണ് പറയാനുള്ളത്. തലയ്ക്കകത്ത് അമേദ്യമാണെങ്കിൽ അമൃതയത്ത് നടത്തിയാലും നീ ഒന്നും നന്നാവാൻ പോകുന്നില്ല. ശരി, അപ്പം എന്തായാലും കിട്ടാനുള്ളവർക്ക് കിട്ടിയില്ലേ? സന്തോഷമായില്ലേ? തൃപ്തിയായില്ലേ? അപ്പോൾ എങ്ങനെയാ മലയാളീസ്, നമ്മൾ ഒത്തൊരുമയായിട്ട് ഇവിടെ ക്രിസ്മസും ഓണവും ബക്രീദും എല്ലാം ആഘോഷിക്കും. അതിനിടയിലോട്ട് ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പായിട്ട് വരുന്നവരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാനുള്ള തലച്ചോറുള്ള മലയാളികളുള്ള നാടാണിത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് മറ്റേ പരിപാടി വേണ്ട. അപ്പോൾ ശരി, നന്ദി, നമസ്കാരം.